മനുഷ്യരോട് വളരെയധികം ഇണങ്ങുന്ന ജീവികളായാണ് വളരെ കാലങ്ങളായി ഡോൾഫിനുകളെ ലോകം കണ്ടിരുന്നത്. ഇവയ്ക്കൊപ്പം നീന്താനും കളിക്കാനുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈയിടെ ചില ഡോൾഫിനുകൾ മനുഷ്യരെ കടിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ പോലെ ഡോൾഫിനുകളുമായി അത്രയ്ക്ക് അടുത്തിടെ പഴകുന്നത് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഡോൾഫിനുകളെക്കുറിച്ച് ഒരു വിചിത്രമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇറാൻ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ നേരിടാൻ മൈനുകൾ ഘടിപ്പിച്ച ഡോൾഫിനുകളെ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഒരു അസാധാരണമായ സൈനിക നീക്കമായാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ നിലവിലൊരു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും അമേരിക്കയെ പ്രതിരോധിക്കാൻ മൈനുകൾ വഹിക്കുന്ന ഡോൾഫിനുകളെയും അന്തർവാഹിനികളെയും വിന്യസിക്കാൻ ഇറാൻ തയ്യാറായേക്കുമെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇത് ആഗോള ഇന്റർനെറ്റ് ബന്ധത്തെ സാരമായി ബാധിച്ചേക്കാം. ആഗോള വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ ഈ അമേരിക്കൻ ഉപരോധത്തെ കാണുന്നത് യുദ്ധത്തിന്റെ മറ്റൊരു രൂപമായിട്ടാണ്. കടുത്ത സാമ്പത്തിക സമ്മർദ്ദം സഹിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നേരിട്ടുള്ള പോരാട്ടമാണെന്ന് ഇറാനിയൻ നേതൃത്വം ചിന്തിച്ച് തുടങ്ങിയേക്കാമെന്ന് ബെർലിൻ ആസ്ഥാനമായുള്ള മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ ഹമീദറെ അസീസ് ഒരു മുന്നറിയിപ്പും നൽകുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വർദ്ധിക്കുന്നതോടെ മേഖലയിലെ അറബ് രാജ്യങ്ങൾക്ക് നേരെ കടുത്ത ഭീഷണിയാണ് ഇറാൻ ഉയർത്തുന്നത്. ഇറാന്റെ ഉന്നത നേതാക്കൾക്ക് വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ കൊട്ടാരങ്ങൾ തകർക്കുമെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞു. ഇറാനിയൻ നിയമസഭാ അംഗമായ മഹ്മൂദ് നബാവിയാണ് ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ ഈ പരാമർശങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുത്തവരാണ്. ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകുന്നവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി അയൽ രാജ്യങ്ങളിലെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കും. അടുത്തിടെയുണ്ടായ വിവിധ സൈനിക നീക്കങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ നീക്കം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ നീക്കങ്ങൾ നടക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് ഇറാന് എതിരായ നീക്കങ്ങൾക്കായി വിട്ടു നൽകരുതെന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ ഭീഷണിയിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാന്റെ ഈ പുതിയ ഭീഷണി ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക മേഖലയെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ അത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിനും ഇന്ധന വിലവർധനവിനും കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു.